ഹലോ. അപ്പോൾ ഇന്നത്തെ വർക്കെന്ന് പറയുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം 4 എണ്ണമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. 4ഉം ഒരേ അളവായിരുന്നു കേട്ടോ. ഒരേ നെക്കും ഒക്കെ ആയിരുന്നു. കോട്ടൻ്റെ സാധാ ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം 4ഉം ഞാൻ ദേ ഇതുപോലെ വിരിച്ച് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം അളവൊക്കെ മാർക്ക് ചെയ്ത് ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും. അതുപോലെ 4ഉം ഒരേ അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ നേരത്തെ എടുത്ത് ഞാൻ പാറ്റേണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് എളുപ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതേ പാറ്റേണൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഞാൻ അളന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 4ഉം നന്നായിട്ട് എല്ലാ അളവുകളും മാർക്ക് ചെയ്ത ശേഷം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് ആ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതേ 4ഉം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് 4നും ആവശ്യമുള്ള കളർ നൂലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിനിടയിൽ അത്യാവശ്യമുള്ളൊരു ബ്ലൗസ് വന്നിട്ട് കസ്റ്റമർ വാങ്ങിയിട്ട് പോയി. ബാക്കി 3ഉം ഞാൻ ദേ ഇരുന്ന് ഹെം ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഹെമ്മിങ്ങാണ് ഭയങ്കര പാട്. എനിക്ക് കുറേ നേരം വേണം കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ഹെം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദേ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് കണ്ട് കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്തൊക്കെയാണ് ഹെമ്മൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും വർക്കൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു. ബാക്കിയുള്ള 3 ബ്ലൗസും റെഡിയാക്കി വൈകുന്നേരം കസ്റ്റമറിന് കൊടുക്കാൻ ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.